മലങ്കര കാതലിക് ടിവിയുടെ ആഴ്ചയിലെ പ്രധാന വിശുദ്ധർ എന്ന പരമ്പരയുടെ 12ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവസ്നേഹത്താൽ നിറഞ്ഞ് ആത്മാക്കളുടെ രക്ഷയ്ക്കു വേണ്ടി ജീവിതം സമർപ്പിച്ച വിശുദ്ധരായ രക്തസാക്ഷികൾ സഭയുടെ സിരാകേന്ദ്രമായി എന്നും നിലകൊള്ളുന്നു. രക്തസാക്ഷിയുടെ ചുടുനിണം ഉതിർന്നു വീണ വിശുദ്ധമായ മണ്ണിൽ നിന്നാണ് സഭാതരു തഴച്ചു വളർന്നത്. യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെയും അവിടുത്തെ തിരുവിലാവിൽ നിന്നൊഴുകിയ തിരുനിണത്തിലൂടെയുമാണ് സഭ ജീവൻ പ്രാപിച്ചതും വളർന്നതും ഇന്നും മുന്നോട്ടു പോകുന്നതും. ഈ ആഴ്ചയിൽ നാം അനുസ്മരിക്കുന്നത് സ്മിർനയിലെ വിശുദ്ധ പോളികാർപ്പസ്, വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയ, ഒബാദിയ നിബിയ. ഫെബ്രുവരി 23 സ്മിർനയിലെ മാർ പോളികാർപ്പസ്. AD 65 ജനിച്ച് സ്മിർനയിലെ സഭയ്ക്ക് അടിസ്ഥാനമിട്ട അപ്പോസ്തോലിക പിതാവായിരുന്നു രക്തസാക്ഷിയായ വിശുദ്ധ പോളികാർപ്പ്. യോഹന്നാൻ ശ്ലീഹായുടെ പാദങ്ങളിലിരുന്ന് സുവിശേഷം ശ്രവിച്ച വ്യക്തിയായിട്ടാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അന്ത്യോക്യയിലെ ഇഗ്നേഷ്യസിൻ്റെ 7 കത്തുകളിൽ ഒരെണ്ണം വിശുദ്ധ പോളികാർപ്പിൻ്റേതായിരുന്നു. സഭ ആദ്യ കാലഘട്ടങ്ങളിൽ അപ്പോസ്തോലിക പാരമ്പര്യങ്ങളിൽ സജീവമായിട്ട് പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും സാക്ഷ്യം നൽകുകയും ചെയ്ത വിശുദ്ധനാണ് വിശുദ്ധ പോളികാർപ്പ്. 2ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ സ്മിർനയിലെ മെത്രാനായി ശുശ്രൂഷ ചെയ്ത വിശുദ്ധനാണ് വിശുദ്ധ പോളികാർപ്പ്. വിശുദ്ധ ഇർനേവൂസും പപ്പിയാസും വിശ്വാസ പരിശീലനം നൽകിയതും വിശുദ്ധ പോളികാർപ്പായിരുന്നു. വിശുദ്ധ ഇർനേവൂസിനും പപ്പിയാസിനും വിശ്വാസ പരിശീലനം നൽകിയത് വിശുദ്ധ പോളികാർപ്പ് ആയിരുന്നു. യേശുവാണ് ഏകരക്ഷകൻ. യഥാർത്ഥ ആത്മീയ ബോധ്യങ്ങളിൽ വിശ്വസ്തതാപൂർവം ജീവിക്കുവാൻ അദ്ദേഹം ശിഷ്യന്മാരെ പരിശീലിപ്പിച്ചു. ധാരാളം അബദ്ധ പ്രബോധകർ രംഗപ്രവേശനം ചെയ്ത ഒരു കാലത്ത് കറതീർന്ന ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ വക്താവായി നിലകൊണ്ട അദ്ദേഹം ഒരു അപ്പോസ്തോലിക പിതാവായി പരിഗണിക്കപ്പെടുന്നു. റോമൻ ചക്രവർത്തിയായ സീസർ അവിടുത്തെ ദേവന്മാരെ ആരാധിക്കുവാനും ധൂപമർപ്പിച്ചു പ്രാർത്ഥിക്കുവാനും അവരെ നിർബന്ധിപ്പിച്ചു. ആ കാലഘട്ടത്തിൽ പോളികാർപ്പിൻ്റെ സാന്നിധ്യം സഭയെ വളരെയധികം ശക്തിപ്പെടുത്തിയിരുന്നു. വിശുദ്ധ പോളികാർപ്പ് വധിക്കപ്പെടാതിരിക്കാൻ മരുഭൂമിയിൽ ഒളിച്ചു പാർക്കുവാൻ അദ്ദേഹത്തെ അവർ നിർബന്ധിപ്പിച്ചു. എന്നാൽ യൂദാസിനാൽ ഒറ്റിക്കൊടുത്ത യേശുവിനെ പോലെ ഒരു അടിമ അദ്ദേഹത്തെ ഒറ്റിക്കൊടുക്കുകയും സീസറിൻ്റെ സൈന്യം അദ്ദേഹത്തെ പിടികൂടുകയും ചെയ്തു. യേശുവിൻ്റെ മരണത്തോട് താതാത്മ്യപ്പെടുന്ന വിധത്തിൽ അവസാന അത്താഴ വിരുന്ന്, കഴുതയുടെ പുറത്തു കയറ്റി അവഹേളിക്കൽ, വിചാരണ ഇവയെല്ലാം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. മൃഗങ്ങൾക്ക് ഭക്ഷണമായി നൽകിയും തീയിലെറിഞ്ഞു കൊല്ലാൻ നോക്കിയിട്ടും വിശുദ്ധൻ മരിക്കാതിരുന്നതിനാൽ അവസാനം പട്ടാളക്കാരൻ കുന്തം കൊണ്ട് കഴുത്തിൽ കുത്തി കൊലപ്പെടുത്തി. വിശുദ്ധൻ്റെ മരണത്തിനു തൊട്ടു മുമ്പേ റോമൻ ചക്രവർത്തിയായ സീസറിനെ സ്വീകരിക്കുകയും ക്രിസ്തുവിനെ ഉപേക്ഷിക്കുകയും ചെയ്താൽ വിട്ടയക്കാമെന്ന് ന്യായാധിപൻ പറഞ്ഞപ്പോൾ വിശുദ്ധ പോളികാർപ്പ് ഇപ്രകാരം മറുപടി പറഞ്ഞു: കഴിഞ്ഞ 86 വർഷമായി ഞാൻ അവനെ സേവിക്കുന്നു. അവൻ എനിക്കൊരു ദോഷവും ചെയ്തിട്ടില്ല. പിന്നെങ്ങനെ രക്ഷിച്ച രാജാവിനെ ദുഷിക്കും? സഭയിലെ തന്നെ ആദ്യത്തെ വിശുദ്ധവും സമഗ്രവുമായ രക്തസാക്ഷിത്വ വിവരണമാണിത്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നതിന് അദ്ദേഹം തൻ്റെ സമൂഹത്തിന് നൽകിയ പ്രബോധനങ്ങൾ ഇന്നും പ്രശസ്തങ്ങളാണ്. ക്രൈസ്തവൻ്റെ സഹനവും മരണവും ക്രിസ്തുവിൻ്റെ രക്ഷാകര ദൗത്യത്തിലുള്ള
പങ്കുചേരലാണെന്ന് വിശുദ്ധ പോളികാർപ്പിൻ്റെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ജീവിതത്തിൽ ഉടനീളം ക്രിസ്തുവിനായി മാത്രം ജീവിക്കുകയും മരണത്തിലൂടെ അവിടുത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്ത മഹാനായ ഈ വിശുദ്ധൻ്റെ ജീവിതം നമുക്കെന്നും പ്രചോദനം പകരുന്നു. ഫെബ്രുവരി 25 രക്തസാക്ഷിയായ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയ. 1954 ജനുവരി 29 എറണാകുളം ജില്ലയിലെ പുല്ലുവഴി എന്ന ഗ്രാമത്തിൽ പറ്റാലിൽ കുടുംബത്തിൽ ഭക്തരായ മാതാപിതാക്കളിൽ നിന്നും സിസ്റ്റർ റാണി മരിയ ജനിച്ചു. താൻ പിറന്ന ഗ്രാമത്തിൻ്റെ നന്മയിൽ വളർന്നു വന്ന മേരി കുഞ്ഞ് സിസ്റ്റർ റാണി മരിയ FCC സന്യാസിനിയായി. കർശനമായ നീതിബോധവും പാപങ്ങളോടുള്ള ആത്മാർത്ഥമായ പക്ഷം ചേരലും സുവിശേഷത്തോടുള്ള അചഞ്ചലമായ സമർപ്പണവും സിസ്റ്റർ റാണി മരിയയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയാക്കിയിരുന്നു. സിസ്റ്റർ റാണി മരിയയുടെ ആദ്യ പ്രവർത്തന മേഖല ഇൻഡോർ രൂപതയായിരുന്നു. നവസന്യാസിയായിരുന്ന അവൾക്ക് ഏറ്റവും അവികസിതമായ ഗ്രാമങ്ങളിലെ ജീവിതവും ശുശ്രൂഷയും ഹൃദ്യമായും അനുഭവപ്പെട്ടിരുന്നു. ഗ്രാമങ്ങളിൽ വസിക്കുന്ന ഇന്ത്യയുടെ ആത്മാവിനെ കണ്ടെത്തിയ സിസ്റ്റർ റാണി മരിയ പാവങ്ങളെ തേടി ദിവസേന കിലോമീറ്ററോളം നടക്കാനും അവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെയും ആരോഗ്യ പരിപാലനത്തിൻ്റെയും സ്വയം ശാക്തീകരണത്തിൻ്റെയും പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും എപ്പോഴും ഉത്സുകയായിരുന്നു. ദാരിദ്ര്യത്തെ വധുവായി സ്വീകരിച്ച അസീസിയിലെ പ്രേമഗോകുലത്തെ പോലെ സ്നേഹത്തിൻ്റെ അനശ്വര ഗാനം അവരുടെ ജീവിതത്തിലൂടെ നിരന്തരം പ്രവഹിച്ചുകൊണ്ടിരുന്നു. 1983 മെയ് മാസത്തിൽ സത്ന രൂപതയിലെ ഓസ്കഡി ഗ്രാമത്തിൽ എത്തിച്ചേർന്ന സിസ്റ്റർ റാണി മരിയ അക്ഷരാഭ്യാസം ഇല്ലാത്തവരും ആധുനിക ജീവിത സൗകര്യങ്ങൾ എന്തെന്ന് പോലും അറിയാത്തവരുമായ അവിടെയുള്ള ജനങ്ങളുടെ ഇടയിൽ ഒരു ദേവദൂതികയെപ്പോലെ ആയിരുന്നു. ഗ്രാമീണരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അകലെയുള്ള ജില്ലാ ആസ്ഥാനത്തേക്ക് പലതവണ യാത്ര നടത്തി. അവരെ സ്വയം പര്യാപ്തരും ആത്മ അഭിമാനം ഉള്ളവരുമാക്കാൻ അവൾ കഠിനാധ്വാനം ചെയ്തു. തൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ 1992 മെയ് മാസത്തിൽ ഇൻഡോർ രൂപതയിൽ ഉദയനഗർ ഗ്രാമത്തിലെ സ്നേഹസദൻ കോൺവെൻറ്റിലേക്ക് സ്ഥലമാറ്റം കിട്ടിയ സിസ്റ്റർ ഉദയനഗറിലും തൻ്റെ സ്നേഹ ശുശ്രൂഷകൾ കൊണ്ട് ഗ്രാമീണരുടെ ഹൃദയങ്ങൾ കീഴടക്കി. പാവങ്ങൾക്ക് വേണ്ടി ജീവിക്കുവാനും അവരോട് താതാത്മ്യപ്പെടുവാനുമുള്ള ഉദ്യമങ്ങൾ ഉദയനഗറിലും തുടർന്ന സിസ്റ്റർ റാണി മരിയ വൻ ഭൂ ഉടമകൾക്കും ധനികരുടെയും ചൂഷണങ്ങൾക്കും വിധേയരായിരുന്ന ഗ്രാമീണ ജനതയെ ഉണർത്തുവാൻ അത്യധ്വാനം ചെയ്തു. ഗ്രാമീണരുടെ ഉയർച്ചയിലും സംഘശക്തിയിലും അസൂയാലുക്കളായവർ ഇതിനിടെ സിസ്റ്റർ റാണിക്കെതിരെ കരുക്കൾ നീക്കി തുടങ്ങിയിരുന്നു. പാവങ്ങൾക്ക് വേണ്ടി മരിക്കുവാൻ തങ്ങൾക്ക് ഭയമില്ലെന്ന് പലരോടും തുറന്നു പറഞ്ഞിരുന്ന സിസ്റ്റർ റാണി മരിയ അഴിഞ്ഞു വീഴുന്ന ഗോതമ്പ് മണി പോലെ രക്താഭിഷക്തിയായി നിലം പതിച്ചത് 1995 ഫെബ്രുവരി 25 നിരായുധകമായ ആ ശരീരത്തിൽ 54 പ്രാവശ്യമാണ് കടാര ആഴ്ന്ന് ഇറങ്ങിയത്. ഈശോ എന്ന തിരുനാമം അന്ത്യശ്വാസം വരെയും ഉച്ചരിച്ചുകൊണ്ട് അവൾ പ്രാണനാഥനിൽ ഒന്നായി ലയിച്ചു. മരണം വരെ പരിമിത വ്രതത്തിൽ മാത്രം അറിയപ്പെട്ടിരുന്ന സിസ്റ്റർ റാണി മരിയ മരണാന്തരം ലോകമാകെ പരിചിതമായി. പ്രചോദനകരമായ ആ ജീവിതം
മറ്റനേകം യുവഹൃദയങ്ങളിൽ സമർപ്പണത്തിലേക്കും സാധുജന സേവനത്തിലേക്കുള്ള പാത തുറക്കുമെന്നതിൽ സംശയം വേണ്ട. സിസ്റ്റർ റാണി മരിയെ കൊലപ്പെടുത്തിയ സമുന്ദർ സിംഗിനോട് അവളുടെ കുടുംബം ക്ഷമിച്ചത് അനുരഞ്ജനത്തിൻ്റെ പ്രേക്ഷിതയായ റാണിയുടെ മധ്യസ്ഥ ശക്തി കൊണ്ട് തന്നെയാണ്. 2017 നവംബർ 4 ഇൻഡോറിൽ വെച്ച് വാഴ്ത്തപ്പെട്ടവളെന്ന നാമകരണം ചെയ്യപ്പെട്ടപ്പോൾ അവൾ നിലകൊണ്ട ഉദാത്തമായ മൂല്യങ്ങളെ തിരുസഭയും ലോകവും അംഗീകരിക്കുകയായിരുന്നു. സഭയിലെ പ്രേക്ഷിത പ്രവർത്തകർക്ക് അവൾ മാതൃകയും മധ്യസ്ഥയുമാണ്. അവസാനം വരെയും സഹസന്യാസിമാരുടെയും സർവോപരി പാവപ്പെട്ടവരുടെയും ക്ഷേമത്തിനു വേണ്ടി അക്ഷീണം എത്തിച്ചിരുന്ന റാണി മരിയ അനേകർക്ക് ഇന്നും ആത്മാവിലെ പ്രകാശജ്വാലയാണ്. സഹജീവി സ്നേഹത്തിൻ്റെ നനവുകൾ പറ്റി മനുഷ്യ മനസ്സ് മരുഭൂമിയായി തീരുന്നൊരു ഈ കാലഘട്ടത്തിൽ സിസ്റ്റർ റാണി മരിയയുടെ ഓരോ വാക്കും നമ്മുടെ മനസ്സാക്ഷിയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കും. ഓരോ മുഴക്കത്തിനും പ്രതിധ്വനികളും ഉണ്ടാകും. വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയയുടെ ഉജ്ജ്വലമായ ജീവിതം കൊണ്ട് മൂല്യങ്ങളുടെ പുതിയ വിത്തുകൾ മനുഷ്യ മനസ്സിൽ വിതയ്ക്കാൻ സിസ്റ്റർ റാണി മരിയ നമുക്ക് പ്രചോദനമാകട്ടെ. ഫെബ്രുവരി 28 ഒബാദിയ നിബിയ. ചെറിയ പ്രവാചകന്മാരിൽ 4ാമതാണ് ഒബാദിയയുടെ സ്ഥാനം. പഴയ നിയമത്തിലെ ഏറ്റവും ചെറിയ 21 വാക്യങ്ങൾ മാത്രമുള്ള പ്രവാചക ഗ്രന്ഥമാണ് ഒബാദിയ. ഒബാദിയയ്ക്കുണ്ടായ ദർശനമെന്ന ശീർഷക വാക്യത്തോടെയാണ് ഗ്രന്ഥം ആരംഭിക്കുന്നത്. ഒബാദി എന്ന നാമത്തിൻ്റെ ഉത്ഭവം ഹെബ്രായ ഭാഷയിലെ ഒബാദയ എന്ന പദത്തിൽ നിന്നാണ്. ഇതിൻ്റെ അർത്ഥം യാഹ്വയുടെ ദാസൻ, ആരാധകൻ, അടിമ എന്നൊക്കെയാണ്. ഒബാദിയ പ്രവാചകനെ പറ്റി പേരല്ലാതെ കൂടുതൽ വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല. ജെറുസലേമിലെ നാശത്തെപ്പറ്റി ഒബാദിയ തൻ്റെ പ്രവചനത്തിൽ പരാമർശിക്കുന്നു. BC 587 ആണ് ജെറുസലേം നശിക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ BC 587 ശേഷമാണ് ഈ ഗ്രന്ഥരചന നടന്നതെന്ന് അനുമാനിക്കാം. ഒബാദിയയ്ക്കുണ്ടായ ദർശനമാണ് ഒബാദിയയുടെ ഗ്രന്ഥത്തിൻ്റെ ഇതിവൃത്തം. ഇസ്രായേൽ ഏദോമിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തും എന്നതാണ് ദർശനം. ഏദോമിനെതിരെയുള്ള ശിക്ഷയാണ് പ്രവചനത്തിൻ്റെ ഉള്ളടക്കം. ഒബാദിയയുടെ പ്രവചനം വളരെ കാവ്യാത്മക രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. BC 2-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ മക്കബായരുടെ കാലത്ത് ഈ പ്രവചനം അന്വർത്ഥമായി. കഴുകനെപ്പോലെ ഉയർന്നു പറന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുകൂട്ടിയാലും കർത്താവ് അവനെ താഴെയിറക്കും. ഇതാണ് ഇതിൻ്റെ രത്ന ചുരുക്കം. നിരവധി വെല്ലുവിളികൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ഈ വിശുദ്ധരുടെ ജീവിത മാതൃക നമ്മെ നിരന്തരം വിശുദ്ധിയിൽ നയിക്കട്ടെ. ഈ വിശുദ്ധരായ രക്തസാക്ഷികളുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.